പറ്റും, ഇനി ഹൈക്കോടതിയിൽ പോകാമെന്ന്, ഇനി എത്ര കാലം അതിനുവേണ്ടി നിൽക്കണം, ഇനി അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ. എന്റെ ഒരു ചോദ്യം, ഈ കീഴ്ക്കോടതിയിൽ നിന്നുണ്ടായ വിധിയുടെ ഈ പരിഹാരം ആര് കോമ്പൻസേറ്റ് ചെയ്യും? ആരിനാൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സത്യമല്ലേ? ഇവിടെ ഈ സുരക്ഷ, സ്ത്രീകളുടെ സുരക്ഷ, നിയമ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച ചില നിയമങ്ങളൊക്കെ വരുന്നതിന് കാരണമായ ഒരു കേസാണല്ലോ ഇത്. അപ്പൊ ഇനി ഈ വിധി വന്നത് അതിനെ ബാധിക്കുമോ? എന്താണ് വിധി വന്നത്? തീർച്ചയായിട്ടും. കാരണം ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബലമായിട്ട് നമുക്ക് ഈ സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, പൊതുവെ സമൂഹത്തിന്റെ ഇടയില് ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തും ചെയ്യാം. പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്തും ചെയ്യാം. അപ്പൊ ഞാനൊരു സ്ത്രീപക്ഷവാദി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നീതിപക്ഷവാദിയാണ്. നീതിയുടെ യഥാർത്ഥ രാഷ്ട്രീയവും യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷനും ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ തുല്യ പങ്കാളിത്തത്തോടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം സ്ത്രീകൾക്കുമുണ്ട്. അവരുടെ മാനവും ശരീരവും എല്ലാ സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജുഡീഷ്യറിയും നീതിപീഠവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ പോലും നീതി കിട്ടാത്ത അവസ്ഥയാണ്. ജനാധിപത്യമില്ല വീട്ടിൽ പോലും. പുറത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാവണമെങ്കിൽ നീതിപീഠം നീതിയുടെ വശത്തു നിന്ന് ഇത്തരം വിധികൾ നീതിയുക്തമായി